അടുത്തത് പെറ്റി ക്യാഷ് ബുക്കാണ്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഒരുപാട് ചെറിയ ചെറിയ എക്സ്പെൻസസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ എക്സ്പെൻസസ് ഉണ്ടാവും. ആ എക്സ്പെൻസസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പെറ്റി ക്യാഷ് ബുക്ക് യൂസ് ചെയ്യുന്നത്. ചെറിയ ചെറിയ എക്സ്പെൻസസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? സ്റ്റേഷനറിയോ അല്ലെങ്കിൽ പോസ്റ്റേജോ ടെലിഗ്രാമോ ട്രാവലിംഗ് എക്സ്പെൻസോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡിനോമിനേഷൻ വരുന്ന എന്തെങ്കിലും സംഖ്യകൾ ചെറുത്, അങ്ങനെ ചെറിയ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ ചെറിയ എക്സ്പെൻസസ് ഇല്ലേ, അങ്ങനെ സ്മോൾ എക്സ്പെൻസസിനെയാണ് നമ്മൾ പെറ്റി എക്സ്പെൻസസ് എന്ന് പറയാം. പെറ്റി എന്ന് പറഞ്ഞ വേർഡ് ഒരു ഫ്രഞ്ച് വേർഡാണ്. അതൊരു ഫ്രഞ്ച് വേർഡായിട്ടുള്ള പെറ്റിറ്റ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഈ പെറ്റി എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായത്. അതിൻ്റെ മീനിങ് സ്മോൾ എന്നാണ്. എക്സ്പെൻസസ് നമ്മൾ എപ്പോഴും ക്യാഷ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മൾ പേ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾക്ക് ഒരിക്കലും പെറ്റി എക്സ്പെൻസസ് ചെക്ക് ഉപയോഗിച്ചിട്ട് പൈസ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അത് പെറ്റി എക്സ്പെൻസസ് ആണ്. അപ്പോൾ ചെക്കൊക്കെ നമ്മൾ സാധാരണ എന്താ കൊടുക്കുക? വലിയ എക്സ്പെൻസസിനാണ് നമ്മൾ ചെക്ക് കൊടുക്കുക. അങ്ങനെ ആ സ്മോൾ ആയിട്ടുള്ള ചെറിയ ചെറിയ പേയ്മെൻറ്റ്സ് നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര കുറേ ഉണ്ടാവും. അങ്ങനെ കുറേ എക്സ്പെൻസസ്. അപ്പം അല്ലെങ്കിൽ തന്നെ ക്യാഷ് ബുക്കിൽ ഒരുപാട് വലിയ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാനുണ്ടാവും. ആ കൂട്ടത്തിൽ ചെറിയ ചെറിയ പെറ്റി എക്സ്പെൻസസ് കൂടെ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഹ്യൂജ് ആവും. അപ്പോൾ ആ ബൾക്കായിട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് മെയിൻ ക്യാഷ്യർക്ക് അത് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്താ, പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ മെയിൻ ക്യാഷ്യർക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്, ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ബുക്ക് ഉണ്ടാക്കും. ചെറിയ ചെറിയ സ്മോൾ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ബുക്കിൻ്റെ പേരാണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മൈനർ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് പെറ്റി ക്യാഷ് ബുക്ക് നിങ്ങൾ എക്സാമിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ എഴുതണ്ടേ? പെറ്റി ക്യാഷ് ബുക്ക് ഈസ് എ സബ്സിഡറി ബുക്ക് മെയിൻറ്റെയിൻഡ് ഫോർ റെക്കോർഡിംഗ് മൈനർ എക്സ്പെൻസസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് വഴി മാത്രം നമുക്ക്, അതായത് ക്യാഷ് ഉപയോഗിച്ച് മാത്രം നമുക്ക് പേ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബുക്കിനെയാണ് നമ്മൾ പറയുന്നത്, പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഈ പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ടാക്കുന്നത് ആരാ? പെറ്റി ക്യാഷ്യറാണ്. അപ്പോൾ ചീഫ് ക്യാഷ്യർ ഉണ്ടാവും. എല്ലാ സ്ഥാപനത്തിലും ചീഫ് ക്യാഷ്യർ, അതായത് വലിയൊരാളുണ്ടാവും, വലിയൊരു ക്യാഷ്യർ ഉണ്ടാവും. ആ ക്യാഷ്യർ എന്താക്കും, കുറച്ച് എമൗണ്ട് ഈ പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കും. എന്നിട്ട് ഈ പെറ്റി ക്യാഷ്യർ എന്താക്കുന്നത് വെച്ചാൽ അയാൾക്ക് കൊടുത്ത എമൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ 100 രൂപ കൊടുക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ആ 100 രൂപ കൈ പിടിച്ചിട്ട് ആ 100 രൂപയിൽ നിന്നാണ് ബാക്കിയുള്ള ചെറിയ ചെറിയ പേയ്മെൻറ്റ്സ് അയാൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പേയ്മെൻറ്റ്സ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബുക്കിനെയാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്സ് ആണ് പറയുന്നത് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ. ഇതിൽ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് നമ്മൾ മെയിൻ ക്യാഷ് ബുക്കിൽ ഒരുപാട് എൻട്രീസ് ഇടൂലേ, ആ എൻട്രീസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കും? പെറ്റി ക്യാഷ് ബുക്ക് സഹായിക്കും. കാരണം ചെറിയ ചെറിയ എക്സ്പെൻസസിൻ്റെ എൻട്രീസൊക്കെ ഇട്ടാൽ മതി, പെറ്റി ക്യാഷ് ബുക്കിൽ ഇട്ടാൽ മതി. അപ്പോൾ തന്നെ ഇത് മെയിൻ ക്യാഷ്യർക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. കാരണം പെറ്റി ക്യാഷ് ബുക്ക് ആരാ മെയിൻറ്റെയിൻ ചെയ്ത? മെയിൻ ക്യാഷ്യർ അല്ല, പെറ്റി ക്യാഷ്യറാണ്. അപ്പോൾ മെയിൻ ക്യാഷ്യർക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് നോളജ് ഒന്നും ആവശ്യമില്ല. കാരണം അത്ര ബുദ്ധിമുട്ടുള്ളൊരു ക്യാഷ് ബുക്ക് അല്ല അത്. പിന്നെ നമുക്ക് മെയിൻ ക്യാഷ് ബുക്കിൽ എന്ത് മാത്രം ചെയ്താൽ മതി? ഈ ടോട്ടലായിട്ടുള്ള കുറേ പെറ്റി എക്സ്പെൻസസ് ഉണ്ടാവും. കുറേ സ്റ്റേഷനറി, പെന്ന്, പെൻസിൽ, അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ച കുറേ എക്സ്പെൻസസ് ഉണ്ടാവും. അതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ വരുന്ന എമൗണ്ടിൽ അത് മാത്രം നമുക്ക് ഇവിടെ കാണിച്ചാൽ മതി, മെയിൻ ക്യാഷ് ബുക്കിൽ കാണിച്ചാൽ മതി. ആ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ടോട്ടൽ എമൗണ്ട് മാത്രം മെയിൻ ക്യാഷ് ബുക്കിൽ കാണിച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാ എൻട്രീസും മെയിൻ ക്യാഷ് ബുക്കിൽ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ ഈ പെറ്റി എക്സ്പെൻസസിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ വൗച്ചറും വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രോഡൊന്നും ഉണ്ടാവില്ല, അതായത് കള്ളത്തരങ്ങളൊക്കെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ പേയ്മെൻറ്റ്സിൻ്റെ മുകളിൽ എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട്, എത്രയാണ് അതിൻ്റെ ടോട്ടൽ ബാലൻസ് വരുന്നതൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം നമുക്കത് ക്യാഷ് ബുക്ക് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ടോട്ടലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അടുത്തത് നമ്മൾ ഇംപ്രസ്ഡ് സിസ്റ്റമാണ്. അപ്പം ഇംപ്രസ്ഡ് സിസ്റ്റത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഈ പെറ്റി ക്യാഷറും മെയിൻ ക്യാഷറുമാണ്, 2 പേരാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ പെറ്റി ക്യാഷറാണ് പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ. അപ്പോൾ മെയിൻ ക്യാഷർ എന്താക്കുന്നത് വെച്ചാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് പെറ്റി ക്യാഷർക്ക് മന്ത് എൻഡിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ വീക്കെൻഡിൻ്റെ തുടക്കത്തിലോ കൊടുക്കും. അപ്പോൾ ഒരു 500 രൂപയാണെങ്കിൽ 500 രൂപ കൊടുക്കും. അതിൻ്റെ ആ
500 രൂപ ഉപയോഗിച്ചിട്ട് വേണം അയാൾ എന്ത് ചെയ്യുക, ആ മാസത്തെ മുഴുവൻ എക്സ്പെൻസും അതിൽ നിന്നാണ് പെറ്റി ക്യാഷ്യർ ചിലവാക്കുക. എന്നിട്ട് മാസം അവസാനമാകുമ്പം അയാൾ എന്താക്കും, ഓരോ ദിവസം ചിലവാക്കുന്ന പൈസ മൊത്തം അയാൾ ആദ്യം റെക്കോർഡ് ചെയ്ത് വെക്കും പെറ്റി ക്യാഷ്യർ. എന്നിട്ട് മാസം അവസാനമാകുമ്പോൾ ആ റെക്കോർഡ് ചെയ്ത് വെച്ച് അത് അയാൾ ചീഫ് ക്യാഷ്യർക്ക് കൊടുക്കും. അപ്പോൾ ചീഫ് ക്യാഷ്യർ അത് നല്ലോണം എക്സാമിൻ ചെയ്യും. അപ്പോൾ എത്ര രൂപയാണ് അയാൾ ചിലവാക്കിയതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയാൾ നല്ലോണം എക്സാമിൻ ചെയ്യും. ഇപ്പം 450 രൂപയാണ് അയാൾ ചിലവാക്കിയത് പെറ്റി ക്യാഷ്യർ എങ്കിൽ ചീഫ് ക്യാഷ്യർ എത്ര രൂപയും കൂടെ കൊടുക്കും അയാൾക്ക്? 450 രൂപയാണ് അയാൾ ചിലവാക്കി. ബാക്കി ആളുടെ അടുത്ത് എത്ര രൂപ ഉണ്ടാവും? 50 രൂപ ഉണ്ടാവും. കാരണം എന്താ, ടോട്ടൽ 500 രൂപയ്ക്കും ആദ്യം അയാൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 450 രൂപയാണ് അയാൾ ചിലവാക്കിയത്. അപ്പോൾ അടുത്ത മാസത്തെ ചിലവിന് വേണ്ടിയിട്ട് അയാൾ എത്ര രൂപയും കൂടെ കൊടുക്കും? 450 രൂപയും കൂടെ ആര് കൊടുക്കും? ചീഫ് ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കും. അപ്പോൾ പെറ്റി ക്യാഷ്യർ അടുത്ത് വീണ്ടും എത്ര രൂപയാവും? വീണ്ടും 500 രൂപയാവും. വീണ്ടും ആ മാസത്തെ പൈസ ചിലവുകളൊക്കെ അയാൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും. വീണ്ടും ആ മാസം അവസാനമാകുമ്പോൾ ആ ചിലവും കൊണ്ട് എവിടെ പോകും? ചീഫ് ക്യാഷ്യർ എടുത്ത് പോകും. അപ്പോൾ ആ മാസം ചിലപ്പോൾ 300 രൂപയെ ചിലവായുള്ളൂ എന്ന് വിചാരിച്ചോ. അപ്പോൾ പെറ്റി ക്യാഷ്യർ അടുത്ത് ബാക്കി എത്ര രൂപ ഉണ്ട്? 500 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്കി 200 രൂപ അയാളുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്. 300 രൂപയെ ചിലവായുള്ളൂ. അപ്പോൾ ചീഫ് ക്യാഷ്യർ എത്ര രൂപ ഈ മാസം കൊടുക്കുക? 300 രൂപയും കൂടെ കൊടുക്കും. അപ്പോൾ എന്താ, വീണ്ടും അയാളുടെ അടുത്ത് എത്ര രൂപയോ? 500 രൂപയോ. അപ്പോൾ അങ്ങനെ അതെന്താക്കും, ആ സെയിം ഫിക്സഡ് ആയിട്ടുള്ള ബാലൻസ് തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ പോകും. അപ്പം ഇതിനാണ് നമ്മൾ ഇംപ്രസ്ഡ് എന്ന് പറയും. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഫ്ലോട്ട് എന്ന്. അപ്പോൾ ദ ഫിക്സഡ് എമൗണ്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പെറ്റി ക്യാഷ്യർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് പീരീഡിനാണ് നമ്മൾ ഇംപ്രസ്ഡ് അല്ലെങ്കിൽ എന്താ ഫ്ലോട്ട് എന്ന് പറയുന്നത്. അല്ല, എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. 500 രൂപ ജനുവരി 1, 2014 കൊടുത്ത് അയാൾ എത്ര രൂപ ചിലവാക്കി? 475 റുപ്പീസാണ് ചിലവാക്കിയത്. അപ്പോൾ ബാക്കി അത് രൂപ കണക്കാക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയും കൂടി കൊടുക്കണം? 25 റുപ്പീസും കൂടെ കൊടുക്കും. അപ്പോൾ വീണ്ടും അത് എത്രയാവും? 500 ആവും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാന്ന് പറഞ്ഞത്, ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് വൺ വേർഡിൽ അല്ലെങ്കിൽ ഒറ്റ സെൻറ്റൻസിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എന്താ എഴുതുക? അത് ലാസ്റ്റത്തെ ലൈൻ ഉണ്ട്, ദ സിസ്റ്റം ഓഫ് ഗിവിങ് എക്സാക്ട് എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ബൈ ദ പെറ്റി ക്യാഷ്യർ ഈസ് കോൾഡ് എന്താണ്? ഇംപ്രസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ എന്താ? പെറ്റി ക്യാഷ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള രീതി പറയുകയാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഒരു കാര്യം ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. പെറ്റി ക്യാഷ് ബുക്കും 2 ടൈപ്പാണുള്ളത്. സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്കും അനലറ്റിക്കൽ അല്ലെങ്കിൽ കോളംനാർ പെറ്റി ക്യാഷ് ബുക്കും ആണുള്ളത്. അപ്പോൾ സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ എമൗണ്ടുകളെ മാത്രമേ എല്ലാ പെറ്റി എക്സ്പെൻസസും എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. അത് നമ്മൾ സിമ്പിൾ ക്യാഷ് ബുക്കിന് ഒരൊറ്റ എമൗണ്ടുകളല്ലേ ഉണ്ടായിരുന്നത്, അതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട് ടെക്സ്റ്റിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം ടെക്സ്റ്റിൽ എന്താണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് എഴുതുക. ഞാൻ പറഞ്ഞില്ലേ, പെറ്റി ക്യാഷ് ബുക്ക് നോട്ടിൽ പെറ്റി ക്യാഷ് ബുക്ക് ഹെഡിങ് എഴുതുക. എന്നിട്ട് അതിൻ്റെ സിമ്പിളായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ മാത്രം എഴുതി വെച്ചാലും മതി. ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്താണെന്ന് ടെക്സ്റ്റിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തന്നത്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ സബ്സിഡറി ബുക്ക് ഫോർ മെയിൻറ്റെയിൻ ഫോർ റെക്കോർഡിങ് മൈനർ എക്സ്പെൻസസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് ആണ് നമ്മൾ എന്ത് പറയുക, പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുക. അത് പെറ്റി ക്യാഷ്യറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതൊക്കെ എഴുതണം. അത് പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ ടെക്സ്റ്റിൽ അത് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു ലൈൻ മാത്രം എഴുതിയാൽ മതി, പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്ന് മാത്രം. എന്നിട്ട് ടൈപ്പ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് സിമ്പിളും അനലിറ്റിക്കലും എഴുതുക. അതിൻ്റെ ഇടയിൽ ഇതും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് പെട്ടെന്ന് നോട്ട് നോക്കണം എന്ന് ഉണ്ടെങ്കിൽ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ആ ഇംപ്രസ്ഡ് സിസ്റ്റം എന്താണെന്ന് എഴുതി ജസ്റ്റ് ഒരു ലൈൻ പോലെ വെറുതെ ജസ്റ്റ് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചോ. ദ ഫിക്സഡ് എമൗണ്ട് ഇൻ ഹാൻഡ്സ് ഓഫ് പെറ്റി ക്യാഷ്യർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് പീരീഡ് ഈസ് നോൺ ആസ് ഇംപ്രസ്ഡ്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലോട്ട്. ആ ഒരു ലൈനും കൂടെ ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് അതിന് ശേഷം ടൈപ്പ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്കും അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കും 2 എഴുതുക കേട്ടോ. പിന്നെ നിഹാലിക്ക് ടെക്സ്റ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് ഇത് മൊത്തം വേണമെങ്കിൽ എഴുതി വെച്ചോണ്ടു. പിന്നെ അഡ്വാൻറ്റേജ് ടെക്സ്റ്റിൽ നോക്കി പഠിക്കണം. നമ്മൾ നോട്ടിൽ എഴുതുന്നത് പ്രോബ്ലം മനസ്സിലാവാൻ വേണ്ടിയുള്ള തിയറി മാത്രമാണ്, പക്ഷേ ടെക്സ്റ്റിലാണ് ബാക്കിയുള്ള തിയറി ഉള്ളത്. അപ്പോൾ ടെക്സ്റ്റ് നോക്കി എന്തായാലും പഠിക്കണം കേട്ടോ. 50% തിയറി 50% പ്രോബ്ലമാണ് എക്സാമിന് വരിക. അപ്പോൾ നിങ്ങൾക്ക് അഥവാ പ്രോബ്ലം ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തിയറി എഴുതിയിട്ടെങ്കിലും മാർക്ക് സ്കോർ ചെയ്യുക. അതുകൊണ്ട് തിയറി എന്തായാലും പഠിക്കണം. തിയറി ഡയറക്റ്റായിട്ട് ചോദിക്കില്ല, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയാണ് തിയറി ചോദിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലോണം തിയറി പഠിക്കണേ. അപ്പോൾ ടൈപ്പ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് എഴുതുക, സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക്, പിന്നെ രണ്ടാമത്തെ അനലറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് ഹെഡിങ് എഴുതുക. സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ എഴുതുക, അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് ഓൺലി 1 എമൗണ്ട് കോളം ഈസ് ഗിവൺ ഫോർ ഓൾ പെറ്റി പേയ്മെൻറ്റ്സ് എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഫോർമാറ്റും വരച്ച് വെക്കുക കേട്ടോ.
സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്ന് എഴുതുക. എന്നിട്ട് എന്താ ഈ ഫോർമാറ്റ് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഫോർമാറ്റ് വരയ്ക്കണം. അപ്പോൾ അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ എന്താ, അത് കോളംനാർ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഫോം വയ്ക്കും. കണ്ടോ, കുറേ കോളങ്ങൾ കണ്ടോ, അതിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് എക്സ്പെൻസസിനെ 5 ഹെഡായിട്ടാണ് തിരിക്കുന്നത്. കണ്ടോ, പോസ്റ്റേജ്, സ്റ്റേഷനറി, വേജസ്, ട്രാവലിംഗ്, ടെലിഗ്രാം, അങ്ങനെ 5 ഹെഡായിട്ടാണ് തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളം. അപ്പോൾ ഇപ്പോൾ പോസ്റ്റേജിൻ്റെ എക്സ്പെൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താക്കും, പോസ്റ്റേജിൻ്റെ കുളത്തിൽ എഴുതും. സ്റ്റേഷനറിൻ്റെ ആണെങ്കിൽ സ്റ്റേഷനറിൻ്റെ കുളത്തിൽ എഴുതും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ എഴുതുക. അപ്പം നിങ്ങൾ അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് എഴുതുക. എന്നിട്ട് എഴുതുക the petty cash book is maintained in a columnar or analytical form. എന്നിട്ട് in this type of petty cash book all petty expenses are classified into 5 or 6 heads. അത്രയും നിങ്ങൾ എഴുതുക. എന്നിട്ട് എന്താക്കുക, ഈ ഫോർമാറ്റും നിങ്ങൾ വരയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്കാണ് നോക്കുന്നത്. പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, പെറ്റി ക്യാഷ് ബുക്ക് ഫോർ ദ മന്ത് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നത്. അപ്പം ഏപ്രിൽ മന്തെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഫസ്റ്റ് എന്താണ്, ഏപ്രിൽ 1 എന്താണ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ചീഫ് ക്യാഷ്യർ ₹300 ആണ്. സെക്കൻഡിന് പെയ്ഡ് പോസ്റ്റേജ് ₹40 ആണ്. ഫിഫ്ത്ത് പെയ്ഡ് സ്റ്റേഷനറി ₹25 ആണ്. എയ്ത്തിന് പെയ്ഡ് വേജസ് ₹100 ആണ്. 15ന് പെയ്ഡ് ട്രാവലിംഗ് എക്സ്പെൻസ് ₹20. 25ന് പെയ്ഡ് ടെലിഗ്രാം ₹10. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് തന്നത്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് വരയ്ക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്ക്, പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കാന്ന്. അപ്പോൾ നമുക്ക് ₹300 ആണ് നമുക്ക് എന്ത് തന്നെ ചീഫ് ക്യാഷ്യർ നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അതിനുശേഷം ഫസ്റ്റ് 1-ാം തീയതി നമുക്ക് ₹300 ആണ് ചീഫ് ക്യാഷ്യർ തന്നിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എക്സ്പെൻസ് ആണ്. അപ്പോൾ അത്രയും എക്സ്പെൻസ് നമ്മൾ ആ മാസം ചിലവാക്കിയിട്ട് ആ മാസം അവസാനം തിരിച്ച് പെറ്റി ക്യാഷ്യർക്ക് നമ്മൾ എത്ര റുപ്പീസാണ് തിരിച്ചു കൊടുക്കുക. അതേപോലെ പിറ്റത്തെ മാസം ഇപ്പോൾ ഏപ്രിലാണ്, മെയ് ആകുമ്പോൾ പെറ്റി ക്യാഷ്യർ നമുക്ക് ഇനി തിരിച്ച് ബാലൻസ് എത്ര റുപ്പീസ് നമുക്ക് തരണം, നമ്മളെ കയ്യിൽ എത്ര റുപ്പീസ് ബാലൻസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പെറ്റി ക്യാഷ് ബുക്കിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം കേട്ടോ. ക്യാഷ് ബുക്ക് വരച്ചിട്ട് മെയിനായിട്ട് ഇതിൻ്റെ ജേണൽ എൻട്രീസ് വരിക. ഫസ്റ്റ് പെറ്റി ക്യാഷ് ബുക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ് വരിക. കാരണം എന്താ, നമ്മളെപ്പോഴും മെയിൻ ആളാണ്. അപ്പോൾ നമ്മളെന്താ പെറ്റി ക്യാഷ് ബുക്കിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുക്കുകയാണ് ചെയ്തത് പെറ്റി ക്യാഷ്യർക്ക്. അപ്പോൾ പെറ്റി ക്യാഷ്യർ എന്ന് നമ്മളിൽ കാണിക്കില്ല, അതിന് പകരം നമ്മളിത് കാണിക്കും, പെറ്റി ക്യാഷ് ബുക്ക് എന്ന് കാണിക്കും. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ എത്ര രൂപയാണ് കൊടുത്തത്, 300. അപ്പോൾ രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ വരിക, പോസ്റ്റേജിന് വേണ്ടി പൈസ കൊടുത്തു. അപ്പോൾ പോസ്റ്റേജ് എക്സ്പെൻസ് ആണ്. അപ്പോൾ എല്ലാ എക്സ്പെൻസസിനും നമ്മൾ എന്തെങ്കിലും ചെയ്യുക, നമ്മൾ ഡെബിറ്റാണ് ചെയ്യുക. അപ്പോൾ പോസ്റ്റേജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് ക്യാഷാണ് കൊടുത്തത്, പെറ്റി ക്യാഷാണ്. അപ്പോൾ 40. പിന്നെ മൂന്നാമത്തത് സ്റ്റേഷനറി, അതും എക്സ്പെൻസ് ആണ്. അപ്പോൾ സ്റ്റേഷനറി എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പെറ്റി ക്യാഷ്. അപ്പോൾ 25. പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ്, അതും എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്ത് റൂൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നോമിനൽ അക്കൗണ്ടിലെ എക്സ്പെൻസസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റാണ് ചെയ്യുക. എന്താണ് കൊടുത്തത്, പെറ്റി ക്യാഷാണ്. അപ്പോൾ 2 പെറ്റി ക്യാഷ്. പിന്നെ ടെലിഗ്രാമും അതേപോലെ തന്നെ എന്താ എക്സ്പെൻസ് ആണ്. അപ്പോൾ 20. പിന്നെ 2 പെറ്റി ക്യാഷ്. അടുത്ത നമ്മൾ പെറ്റി ക്യാഷ് ബുക്കാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെയാണ് എഴുതുക എന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രിപ്പയർ എ പെറ്റി ക്യാഷ് ബുക്ക്, പിന്നെ പോസ്റ്റ് ദം ഫോർ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലെഡ്ജർ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ജേണൽ എൻട്രീസ് എഴുതിയത് കേട്ടോ. പെറ്റി ക്യാഷ് ബുക്കിന് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് അത് റെഫർ ചെയ്തിട്ട് പെറ്റി ക്യാഷ് ബുക്ക് എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് നോക്ക്, പെറ്റി ക്യാഷ് ബുക്കാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് എഴുതുമ്പോൾ എത്ര കോളമായാലുള്ളത്, ഫസ്റ്റ് ക്യാഷ് റിസീവ്ഡിൻ്റെ കോളം. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയ ക്യാഷ് എന്നാണ് നമ്മളവിടെ എഴുതുക. ആ കോളത്തിൽ നമ്മൾ ഇയർ അവർ മിസ്റ്റേക്കായിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് ആ കോളത്തിലല്ല എഴുതേണ്ടത്, മറ്റേ കോളത്തിലാണ്. അപ്പോൾ 2014 ഏപ്രിൽ 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, ഡേറ്റ് എഴുതേണ്ടത്. കണ്ടോ, അപ്പോൾ നമ്മൾ ഡേറ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ നമ്മളിപ്പോൾ എഴുതിയില്ലേ ജേണൽ എൻട്രി ഫസ്റ്റത്തെ, അതെടുക്കുക. അപ്പോൾ അതിലെന്താണുള്ളത്, അതിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് എന്താ, 2 പെറ്റി ക്യാഷ് ബുക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്കിൻ്റെതാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് എഴുതുമോ, ഇല്ല, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻട്രി ഏതാണ്, 2 ക്യാഷ് ആണ്. അപ്പോൾ 2 ക്യാഷ് എഴുതുക. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് ആണ്. അപ്പോൾ ക്യാഷ് റിസീവ്ഡിൻ്റെ കോളത്തിൽ എത്ര എഴുതുക, 300 എഴുതുക. ഡേറ്റ് എഴുതുക 2014 ഏപ്രിൽ 1, എന്നിട്ട് 2 ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. പിന്നെ രണ്ടാമത്തെ എൻട്രി എന്താ,
പെയ്ഡ് പോസ്റ്റേജ്. അപ്പോൾ അതിൻ്റെത് എന്താ വരിക? പോസ്റ്റേജ് ആണ്. എന്തുപയോഗിച്ചിട്ടാണ്? പെറ്റി ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? പോസ്റ്റേജ് ചെയ്തത്. അപ്പോൾ പോസ്റ്റേജിൻ്റെ എൻട്രി എന്താ വരിക? നമ്മളിപ്പോൾ എഴുതിയില്ലേ എന്താ? പോസ്റ്റേജ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പെറ്റി ക്യാഷ്. അപ്പോൾ പെറ്റി ക്യാഷ് ഇവിടെ എഴുതൂല, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്ത് എഴുതും? പോസ്റ്റേജ് എഴുതും. അപ്പോൾ 2-ാം തീയതി ഡേറ്റ് ഇടുക. ബൈ പോസ്റ്റേജ് എത്രയാണ്? പോസ്റ്റേജിൻ്റെ കോളത്തിൽ എത്ര എഴുതുക? 40 എഴുതുക. അതുപോലെ തന്നെ ടോട്ടലിൻ്റെ കോളത്തിൽ എന്ത് തന്നെ എഴുതുക? ടോട്ടലിൻ്റെ കോളം നിങ്ങൾ എഴുതണ്ട കേട്ടോ. നിങ്ങളിപ്പോൾ പോസ്റ്റേജിൻ്റെ കോളം ഫസ്റ്റ് എഴുതുക, ടോട്ടലിൻ്റെ കോളം നമുക്ക് ലാസ്റ്റ് എഴുതുക. അപ്പോൾ പോസ്റ്റേജ് 2-ാം തീയതി പോസ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് 40 എഴുതുക. കണ്ടോ? പിന്നെ 5-ാം തീയതി എന്താ എഴുതുക? 5-ാം തീയതി നമ്മൾ എഴുതിയ അതേപോലെ ഡേറ്റ് ഇടുക. ബൈ സ്റ്റേഷനറി ടു പെറ്റി ക്യാഷ്. എല്ലാവരും നേരെ ഓപ്പോസിറ്റുള്ള ബൈ സ്റ്റേഷനറി എന്ന് എഴുതുക. സ്റ്റേഷനറിയിൽ 25 എഴുതുക. ടോട്ടലിൻ്റെ കുഴപ്പം നിങ്ങൾ എഴുതിയേ വേണ്ട കേട്ടോ. ഇപ്പം നിങ്ങൾ എഴുതണ്ട. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി ഇത് എഴുതുമ്പോൾ ടോട്ടലിൻ്റെ കോളം ഫസ്റ്റ് ഫില്ല് ചെയ്താൽ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ടോട്ടലിൻ്റെ കോളം ഫസ്റ്റ് എഴുതരുത്. ആദ്യം എക്സ്പെൻസസിൻ്റെ കോളം മാത്രം എഴുതി പോവുക. പിന്നെ 8-ാം തീയതി അതേപോലെ വേജസ് എന്ന് പറഞ്ഞിട്ട് 8-ാം തീയതിത്തതും അതേപോലെ എന്താക്കുക? 100 എന്ന് പറഞ്ഞിട്ട് എഴുതുക. പിന്നെ 15-ാം തീയതിത്തെ ബൈ ട്രാവലിംഗ് എക്സ്പെൻസ് എത്ര എഴുതുക? 20 എന്ന് പറഞ്ഞിട്ട് എഴുതുക. പിന്നെ 25-ാം തീയതിത്തെ ബൈ ടെലിഗ്രാം എത്ര? ടെലിഗ്രാമിൽ എന്താക്കുക? 10 എഴുതുക. അത്രയും നിങ്ങൾ എഴുതുക. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ്സിൻ്റെ കോളാണ് ഇനി നമ്മൾ എഴുതുന്നത്. ഫസ്റ്റ് നമ്മൾ ഡേറ്റ് വൈസാണ് കേട്ടോ നോക്കണ്ടേ. അപ്പോൾ 2-ാം തീയതി പോസ്റ്റേജ് 40 രൂപ അല്ലാതെ 2-ാം തീയതി വേറെ ഏതെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടോ? അതായത് സ്റ്റേഷനറിയോ വേജസോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഇല്ല. അപ്പോൾ 2-ാം തീയതിത്തെ ടോട്ടലിൽ നമ്മളെന്താ? അപ്പോൾ വേറെ ഏതെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ഇപ്പോൾ വേജസ് ഈ 100 റുപ്പീസ് ഏത് ദിവസമാണ് വന്നത്? 8-ാം തീയതി അല്ലേ വന്നത്? അതിന് പകരം 2-ാം തീയതിയാണ് വേജസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയൊന്നും എഴുതണ്ടേ? വേജസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2-ാം തീയതി തന്നെയാണ് വേജസ് വരിക. അപ്പം വേജസിൻ്റെ കുളത്തിൽ എത്ര വരുമായിരുന്നു? 100 കൂടെ വരുമായിരുന്നു. അപ്പം നമ്മൾ ഈ 100ഉം ഈ 40യും കൂടെ ടോട്ടൽ ചെയ്തിട്ടാണ് നമ്മളിവിടെ ടോട്ടൽ പേയ്മെൻറ്റ്സിൽ നമ്മൾ എഴുതുക. ഇപ്പം ഇവിടെ ടോട്ടൽ പേയ്മെൻറ്റ്സിൽ എന്ത് മാത്രമേ വന്നിട്ടുള്ളൂ? പോസ്റ്റേജ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ്സിൽ എന്ത് മാത്രം എഴുതിയാൽ മതി? പോസ്റ്റേജിൻ്റെ ടോട്ടൽ മാത്രം എത്ര? 40 എഴുതുക. പിന്നെ സ്റ്റേഷനറി 5-ാം തീയതി വേറെ ഏതെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക. 5-ാം തീയതി വേറെ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, സ്റ്റേഷനറി മാത്രമേ 5-ാം തീയതി വന്നിട്ടുള്ളൂ. അപ്പോൾ സ്റ്റേഷനറീൻ്റെ ടോട്ടൽ എത്ര എഴുതുക? 25 തന്നെ എഴുതുക. പിന്നെ 8-ാം തീയതിൻ്റെ ടോട്ടൽ എത്ര എഴുതുക? ടോട്ടൽ പേയ്മെൻറ്റ്സിൽ 100 എഴുതുക. പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രമേ എന്ന് വന്നിട്ടുള്ളൂ? 15-ാം തീയതി വന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എഴുതുക. പിന്നെ ടെലിഗ്രാമിൻ്റെ ടോട്ടൽ അതേപോലെ ആ കുളത്തിൽ ടെലിഗ്രാം മാത്രമേ ആകെ വന്നിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ്സിൽ അങ്ങനെ എഴുതുക. എന്നിട്ട് 10 എഴുതുക. എന്നിട്ട് മൊത്തം എന്താക്കുക? അതിൻ്റെ അടിയിൽ എന്താക്കുക? ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് മൊത്തം ടോട്ടൽ ചെയ്യുക. എന്നിട്ട് 195 കിട്ടും. പിന്നെ ഓരോ എക്സ്പെൻസും സെപ്പറേറ്റ് ആയിട്ട് ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഓരോ എക്സ്പെൻസും സെപ്പറേറ്റ് ആയിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ എന്താ വരിക? ഓരോ എക്സ്പെൻസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ പോസ്റ്റേജിൻ്റെ വേറെ ഒരു ദിവസം വന്നിട്ടില്ല. പോസ്റ്റേജ് ആകെ 40 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്മൾ ചെയ്യുക. പിന്നെ 25 വന്നിട്ടുള്ള സ്റ്റേഷനറി, അപ്പോൾ അതിൻ്റെ ടോട്ടൽ ചെയ്യുക. അങ്ങനെ ഓരോ എക്സ്പെൻസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ നമ്മൾ അതിൻ്റെ അടിയിൽ എഴുതുക. അപ്പോൾ അതിൻ്റെ അടിയിൽ എഴുതുമ്പോൾ നോക്ക്, വേറെ എമൗണ്ട് ഒന്നും പോസ്റ്റേജിൽ വരാത്തതുകൊണ്ടാണ് നമ്മൾ 40 ചെയ്തത്. ഇനിയിപ്പോൾ ഒരു 8-ാം തീയതി ഒരു പോസ്റ്റേജ് ഒരു 40യും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ 80 ആയിരുന്നു നമ്മൾ എഴുതുക. അപ്പോൾ വേറെ എമൗണ്ട് ഒന്നും വരാത്തതുകൊണ്ട് നമ്മൾ എന്താക്കി? അങ്ങനെ ഓരോ എക്സ്പെൻസും അതിൻ്റെ താഴെ നമ്മൾ ആഡ് ചെയ്ത് എഴുതി. എന്നിട്ട് നോക്ക്, അത് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ കൂട്ടിയാൽ എങ്ങനെ വരിക? 10, 20, 100, 25, 40. അപ്പോഴും എത്ര തന്നെ വരിക? 195 ആണ് വരിക. അപ്പോൾ വെർട്ടിക്കലായിട്ട് നമ്മൾ ആഡ് ചെയ്താലും ഹൊറിസോണ്ടലായിട്ട് ആഡ് ചെയ്താലും നമുക്ക് എത്ര തന്നെ വരിക? 195 തന്നെയാണ് വരിക. ഇനി നമ്മൾ അടുത്ത് ബാലൻസ് CBD എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എഴുതരുത്. ഇനി നമ്മൾ അടുത്ത മറ്റേ സൈഡ് നോക്കുക, ക്യാഷ് റിസീവ്ഡ്. നമുക്ക് എത്രയായിരുന്നു ക്യാഷ് തന്നത്? എത്രയാണ്? 300 ആണ് നമുക്ക് തന്ന ക്യാഷ് അല്ലേ? അപ്പം അത് നമ്മൾ എന്താക്കുക? നമുക്ക് തന്നത് 300 ആണ്. ഇപ്പം നമുക്ക് ചിലവായ പൈസകൾ എത്രയുള്ളൂ? 195 റുപ്പീസ് മാത്രമേ നമുക്ക് എത്രയുള്ളൂ? ചിലവായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചിലവല്ലേ കുറവ്? നമുക്ക് കിട്ടിയ നമ്മളെ കയ്യിലുള്ള ക്യാഷാണ് നമുക്ക് എന്ത് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കുക? അതിൻ്റെ ബാലൻസ് രണ്ട് സൈഡിലും എഴുതുക. അതായത് 300
എഴുതുക. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും വരച്ചിട്ട് നമ്മൾ സാധാരണ ലെഡ്ജർ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതൽ, കൂടുതലുള്ള ബാലൻസ് നമ്മൾ എന്താക്കും, രണ്ട് സൈഡിലേക്കും എഴുതി വെക്കലല്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ബാലൻസ് C/D എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കുറവുള്ള എമൗണ്ട് എഴുതില്ല. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യുക. രണ്ട് സൈഡിലും എന്താക്കുക, 300 എന്ന് എഴുതുക. ക്യാഷ് റിസീവ്ഡിൻ്റെ അണ്ടറിലും നമ്മൾ 300 എഴുതുക. അതേപോലെ ടോട്ടൽ പേയ്മെൻറ്റ്സിൻ്റെ അണ്ടറിലും നമ്മൾ എന്താക്കുക, 300 എഴുതുക. അത് 300 എന്ന് എന്താക്കുക, 195 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, 105. അത്രയും ബാലൻസ് എന്തുണ്ട്, നമ്മളെ കയ്യിലുള്ള പൈസയാണ് അത്. കാരണം നമുക്ക് മൊത്തം തന്നത് 300 ആണ്. അതിന് 195 റുപ്പീസ് ചിലവായി. ഇനി ബാക്കി ഇപ്പോൾ നമ്മളെ കയ്യിൽ എത്ര ഉണ്ട് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ചീഫ് ക്യാഷ്യർക്ക് നമുക്ക് കൊടുക്കാനുള്ള പൈസയാണ് എത്രയാ ചീഫ് ക്യാഷ്യർക്ക് നമുക്ക് കൊടുക്കാനുള്ള പൈസ 105 റുപ്പീസാണ് നമ്മൾ ചീഫ് ക്യാഷ്യർക്ക് ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഏതാ മാസം നോക്കുക, ഏപ്രിലാണ്. ഏപ്രിൽ മാസം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബാലൻസ് C/D നമ്മൾ എപ്പോഴും എന്താ ചെയ്ത് ആ മാസം അവസാനത്തെ ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എഴുതൽ. അപ്പോൾ 30 എഴുതാണ്ട് ബൈ ബാലൻസ് C/D എന്ന് പറഞ്ഞിട്ട് 300 195 കുറച്ചിട്ടുള്ള എമൗണ്ട് എത്ര എഴുതുക, 105 അവിടെ എഴുതുക. എന്നിട്ട് നമ്മൾ സാധാരണ കേസിൽ എന്താ ചെയ്യൽ, അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും, പിറ്റത്തെ മാസത്തെ 1-ാം തീയതിയിലേക്ക് നമ്മൾ എന്താക്കും, ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ പിറ്റത്തെ മാസം എന്താണ്, മെയ് 1 അപ്പോൾ ടു ബാലൻസ് B/D എന്ന് പറഞ്ഞിട്ട് മെയ് 1 മാറ്റി എഴുതും. എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റിൻ്റെ കുളത്തിലല്ല എഴുതുക, നമ്മൾ ഏത് കുളത്തിൽ എഴുതുക, ക്യാഷ് റിസീവ്ഡിൻ്റെ കുളത്തിലാണ് എന്ത് എഴുതുക, 105 ഇവിടെ എഴുതുക. അത്ര നിങ്ങൾക്ക് മനസ്സിലായോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നിട്ട് ഇനി നമുക്ക് ക്യാഷ്യർ എടുത്തിട്ട് നമുക്കിനി എത്ര റുപ്പീസും കൂടെ അയാൾ തരണം, നമുക്ക് 300 ആവാൻ വേണ്ടിയിട്ട് എത്ര റുപ്പീസും കൂടി തരണം, 195 കൂടി തരണം. കാരണം എന്താണ്, 195 റുപ്പീസ് നമ്മളെടുത്ത് എന്തായിപ്പോയി, ചിലവായി പോയിട്ടുണ്ട്. അപ്പോൾ ചീഫ് ക്യാഷ്യർ നമുക്ക് എത്ര റുപ്പീസ് ആയിരിക്കും ഇനി അടുത്ത മാസം മെയ് മാസം 1-ാം തീയതി തരിക, 195 ആണ് തരിക. കാരണം എന്താ, നമ്മളെടുത്ത് എത്ര ഉണ്ട്, 105 ഓൾറെഡി നമ്മളെടുത്തുണ്ട്. അപ്പോൾ നമുക്ക് 300 ആണ് ആവേണ്ടത്. അപ്പോൾ ചീഫ് ക്യാഷ്യർ നമുക്കിനി എത്ര റുപ്പീസ് തരിക, 195 ആണ് തരിക. അപ്പോൾ അതേ ഡേറ്റ് ഇടുക, മെയ് 1 ഇടുക. എന്നിട്ട് ടു ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതുക, 195 എഴുതുക. ആ ഒരു എൻട്രി ഇല്ലേ, ടു ക്യാഷ് റിസീവ്ഡ് 195, അത് മാത്രമേ നമ്മൾ സാധാ എഴുതുന്ന ലെഡ്ജറിന് മാറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സാധാരണ നമ്മൾ എഴുതുന്ന അതേ മോഡലാണ് എഴുതുന്നത്. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് കാൽക്കുലേഷൻ ഓഫ് ഔട്ട്പുട്ട് ടു ഏൺ എ ഡിസൈഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം BP-യിൽ എന്തായിരിക്കും, പ്രോഫിറ്റ് 0 ആയിരിക്കും നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്കൊരു ഡിസൈഡ് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ എത്ര ഔട്ട്പുട്ട് നമ്മൾ ഏൺ ചെയ്യണം, അതായത് എത്ര സെയിൽസ് വേണം, അല്ലാതെ എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് നമ്മൾ വിറ്റാലാണ് നമ്മൾ വിചാരിച്ച അത്രയും പ്രോഫിറ്റ് നമുക്ക് കിട്ടുക എന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പം ഇഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ യൂണിറ്റ്സ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, എമൗണ്ട് ഓഫ് ഡിസൈഡ് പ്രോഫിറ്റ് ഷുഡ് ബി ആഡഡ് ടു ഫിക്സഡ് കോസ്റ്റ് ഇൻ ദ ഫോർമുല യൂസ്ഡ് ടു കാൽക്കുലേറ്റ് BP. അതായത് നമ്മൾ അടുത്തത് നോക്ക്, ഇത് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് അറിയാം. പിന്നെ പെറ്റി ക്യാഷ് ബുക്കിൻ്റെതാണ് വരുന്നത്. പെറ്റി ക്യാഷ് ബുക്കിൻ്റെ നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് ചെയ്തില്ലേ, അതിൻ്റെ തന്നെ ലെഡ്ജറാണ് പെറ്റി ക്യാഷ്. അതിൻ്റെ തന്നെ ലെഡ്ജറാണ് പെറ്റി ക്യാഷ്. അപ്പോൾ പെറ്റി ക്യാഷ് ആകുമ്പോൾ എന്താ വരുന്നത്, നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്തില്ലേ, എന്തായിരുന്നു ക്യാഷ് അക്കൗണ്ട്, ഫസ്റ്റത്തെ ജേണൽ എൻട്രി ഓർമ്മല്ലേ, പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അത് പെറ്റി ക്യാഷ് ബുക്ക് എന്നാണ്. ആ ബുക്ക് പെറ്റി ക്യാഷും സെയിം ആണ്. അപ്പോൾ നമ്മൾ അവിടെ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 300 എഴുതുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഒക്കെ ആകുമ്പോൾ ഏത് സൈഡിൽ അവർ ക്രെഡിറ്റ് സൈഡിൽ ബൈ എന്ന് പറഞ്ഞിട്ട് എല്ലാം എഴുതുക. നേരത്തെ ചെയ്ത് അതേപോലെ രണ്ട് സൈഡിൽ ടോട്ടൽ ചെയ്യുക. ഏത് സൈഡിലാണ് കുറവുള്ള, ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ബൈ ബാലൻസ് C/D എന്ന് പറഞ്ഞിട്ട് കുറവുള്ള എമൗണ്ട് എഴുതുക. ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് എഴുതുക. ഇപ്പുറത്തെ ഡേറ്റ് ഏതാ, മെയ് 1 ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ആണ്. അപ്പോൾ മെയ് 1-ാം തീയതിത്തെ ഡേറ്റ് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക. ഇപ്പുറത്തെ മെയിലെ ഓപ്പണിംഗ് ബാലൻസ് പോലെ കാണിക്കുക. ഓപ്പണിംഗ് ബാലൻസ് ആകുമ്പോൾ എന്താ കാണിക്കുക, ബാലൻസ് B/D എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പോൾ ടു ബാലൻസ് B/D എന്ന് പറഞ്ഞിട്ട് ആ കുറവുള്ള എമൗണ്ട് എഴുതുക. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു മെയ് 1-ാം തീയതി. അപ്പം നമുക്ക് ചീഫ് ക്യാഷ്യർ എത്ര രൂപ തരും, ക്യാഷ് റിസീവ്ഡ് നമുക്ക് എത്രയായിരിക്കും, നമുക്ക് ഇവിടെ ചിലവായ എക്സ്പെൻസ് നമുക്ക് വീണ്ടും അയാൾ തരണ്ടേ, എന്നാലേ 300 ആവുള്ളൂ. അപ്പോൾ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 195 കൂടി കാണിക്കുക കേട്ടോ. ഇത്രയാണ് ഇതിലുള്ളത്.